മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ട് ബിന്ദുവിന്റെ ശബ്ദം ഇത്തിരി കനക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം കേട്ടോ. ചാനൽ ചർച്ചയിൽ ആശാ വർക്കറിനെ കേറി തോണ്ടി CITU നേതാവ്. ഈ ഡയലോഗ് അടിച്ചത് മാത്രമേ KN ഗോപിനാഥ് സഖാവിന് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ടത് മുണ്ട് പറിച്ച് തലയിലിട്ട് ഓടുന്നതായിരുന്നു. ബിന്ദു MM എന്ന ആശാ വർക്കർ പ്രതിനിധി നേതാവിന്റെ പിരിവെട്ടിച്ചു. ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് CITU നേതാക്കൾ ആശമാർക്ക് ഓണറേറിയം 10,000 ആക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയതും അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ വന്ന ലേഖനവും എല്ലാം ബിന്ദു അങ്ങ് കുത്തിപ്പൊക്കി. 2014 ആശമാർക്ക് വേണ്ടി സമരം ചെയ്തവർ ഇന്നിപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ആശമാരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നതും തെളിവുകൾ നിരത്തി ബിന്ദു തുറന്നടിച്ചു. ഇരുന്ന ഇരിപ്പിൽ ഗോപിനാഥ് സഖാവിന്റെ ഗ്യാസ് അങ്ങ് പോയി. ആ ചർച്ചയാണിപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോ കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇരുവരും തമ്മിലുള്ള വാക്പോരിന്റെ ഓഡിയോ കേട്ടു നോക്കൂ. അസോസിയേഷൻ ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ അവര് ചെറിയ സംഘടനയാവട്ടെ വലുതാവട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ളതുകൊണ്ട് അതിന്റെ സെക്രട്ടറി ബിന്ദുവിന്റെ ശബ്ദം ഇപ്പോൾ ഇത്തിരി കുറെ കനക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ നല്ല പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല കാര്യം, എനിക്ക് സന്തോഷമുണ്ട്. അവർ വരികൾ കഴിയുടെ ഇപ്പം പറഞ്ഞല്ലോ CITU ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ CITU ചെയ്തിട്ടുള്ളൂ. CITU ആണ് ഞങ്ങളെ ഈ സമരമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്റ്റേറ്റിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല. എന്തിനു ഞങ്ങൾ പരിഗണിക്കണം? മറ്റ് സ്റ്റേറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ആ സ്റ്റേറ്റിലുള്ളവർ, അവിടെ വല്ല തൊഴിലാളി വർഗ്ഗ ബോധം ഉള്ളവരുണ്ടെങ്കിൽ, പണിയെടുക്കുന്നതിനോടൊപ്പം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരവിടെ സമരം ചെയ്ത് വാങ്ങിക്കും. മറ്റുള്ള സ്റ്റേറ്റിൽ ആളുകൾ സമരം ചെയ്ത് വാങ്ങിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിക്കേണ്ടതെന്ന് പറയുന്നത് എന്ത് ന്യായമാണിത്? ഇവിടെ 114 വർഷത്തിന് മുമ്പേ ഇവിടെ അധസ്ഥിതനും പിന്നോക്കക്കാരനും മറ്റ് സംസ്ഥാനങ്ങളിൽ പാടത്ത് മണ്ണിൽ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പിന്നോക്കക്കാരന് വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞ് പെൺപിള്ളേരുടെ കൈയും പിടിച്ചുകൊണ്ട് ഇവിടെ രാജാവ് ഉണ്ടോണ്ടിരുന്ന വയല് അവിടെ തരിച്ചിട്ട ആ സമരം നടത്തിയ ചരിത്രമുള്ള മണ്ണാണ്. ആ മണ്ണിൽ ചവിട്ടിയുന്നോണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഔദാര്യമായിട്ട് തന്നൊന്നുമല്ല. വില്ലുവണ്ടി യാത്ര നടത്തി പോയതേ അതിന്റെ ചരിത്രമൊക്കെ ഉള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും ഔദാര്യം തന്നതല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കാനുള്ള അവകാശം. അതിനൊക്കെ ഇവിടെ കുറെ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമുള്ള ചരിത്രത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് സൗകര്യമില്ല 232 രൂപയ്ക്ക് പണിയെടുക്കാൻ. എന്ത് പറയും നിങ്ങൾ? ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ന്യായമായ കൂലി വരണം. ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പോയി ചോദിച്ചു വാങ്ങിക്കണം. ഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോയി ചോദിച്ചു വാങ്ങിക്കണം. എന്തിനാണ് ഹരിയാനയിൽ 26,000 രൂപ ചോദിക്കുന്നത്? ഞാനൊരു പത്രവാർത്ത വായിച്ചേപ്പിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് 2014 ഡിസംബർ മാസത്തിൽ 16-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചേപ്പിക്കാം. കേരളത്തിൽ പണിയെടുക്കുന്ന ആശമാർക്ക് മാന്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അത് അതാത് മാസം ആശാവർക്കർമാരുടെ കയ്യിലെത്തിക്കും വിധം സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ്. 2014 10,000 രൂപ ചോദിച്ച് ഈ സർക്കാരിന് മുന്നിൽ 10 ദിവസം രാപ്പകൽ സമരം നടത്താമെങ്കിൽ ഇന്ന് 2025 എത്തുമ്പോൾ ഇവിടെ ജീവിത ചെലവുകൾ ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 21,000 രൂപ ചോദിക്കാനുള്ള അവകാശമില്ലേ? എളമരം കരീം സഖാവ് ഈ 2014 ഡിസംബർ 8-ാം തീയതി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവിടെ കിടക്കുന്ന സമരം ചെയ്യുന്ന 10 ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്തുന്ന CITUവിന്റെ നേതൃത്വത്തിൽ അത് പരിഹരിക്കണം. അന്ന് ശിവകുമാർ പറഞ്ഞ മറുപടിയുണ്ട്. ഇതൊക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ CITU സമരം നടത്തുമ്പോഴേ അത് വലിയ സമരമാകത്തുള്ളൂ. വേറെ ആരും സമരം നടത്തിയാൽ സമരമാകത്തില്ല എന്ന് പറയുന്ന രീതി എന്താണ്? ഇതെന്ത് രീതിയാണ്? ആരോടാണ് പറയുന്നത്? കേരളത്തിലിരുന്നാണ് പറയുന്നത്. നിങ്ങൾ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ അല്ല പറയുന്നത്, കേരളത്തിലിരുന്നാണ് പറയുന്നത്. 103 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ വാടപ്പുറം ബാവയുടെ നാട്ടിലിരുന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേറ്റ് കുറവുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിലെ ആളുകൾ ചോദിച്ചു വാങ്ങിക്കണം. പിന്നെ ഇവരങ്ങ് വലിയ 21,000 പേരെ നടക്കുന്ന സംഘടനയാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്ന് സമരം ചെയ്യും. എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ സൗകര്യം ഇവിടെ ഇരുന്ന് സമരം ചെയ്ത് ഇവിടെ ഓണറേറിയം തരേണ്ടെന്ന് സർക്കാർ തരണമെന്ന് ആവശ്യപ്പെടാനാണ്. അപ്പൊ അതുകൊണ്ട്
ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ കണക്കിലെ കളി, ഞങ്ങൾക്ക് കണക്കിലെ കളിയൊന്നും കേൾക്കണ്ടെന്നേ. ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടുന്നില്ല. 232 രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിത്തരണം. 2014 ഞങ്ങൾക്ക് സമരത്തിന്റെ മാതൃക കാണിച്ചത് CITU ആണ്. CITU 10 ദിവസം രാപ്പകൽ സമരം നടത്തി. അത് പരിഹരിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ദേശാഭിമാനിയിൽ ലേഖനം എഴുതി. ഞങ്ങൾക്ക് കാണിച്ചെന്ന് CITU ആണ്. ഞങ്ങൾ ആ പാത തുടരുകയാണ്. ഇപ്പൊ ഹരിയാനയിൽ സഖാവ് സിന്ധു അടക്കമുള്ള ആളുകൾ 60 ദിവസം രാപ്പകൽ സമരം നടത്തി. എന്തിനു വേണ്ടിയാ? 26,000 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാരോടാണ് ആവശ്യപ്പെട്ടത്? കേന്ദ്ര ഗവൺമെന്റിനോടാണ്. ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരമുണ്ട്? സഖാവ് സിന്ധു ഈ 21,000 പേര് കേരളത്തിലെ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ, കേന്ദ്ര ഗവൺമെന്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താ പോകാതിരുന്നത്? ഇപ്പൊ നമ്മളിവിടെ 21,000 രൂപ ഓണറേറിയം വാങ്ങിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകാൻ പറയുന്നത് ഇത് എന്ത് ന്യായമാണ്? തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി ഞങ്ങൾ പുളുത്തുന്നുവെന്നാണ് CITUവിന്റെ വെയ്പ്പ്. എന്നാൽ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശമാരുടെ സമരം പൊളിക്കാൻ മുന്നിലുള്ളത് CITU ആണ്. സമരപ്പന്തൽ പൊളിച്ച് പെണ്ണുങ്ങളെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓടിക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം അടങ്കലേറ്റെടുത്തിരിക്കുന്നത് CITU ആണ്. സമരമിരിക്കുന്ന പെണ്ണുങ്ങളുടെ പിന്നിൽ ലോബിയുണ്ടെന്ന CITU നേതാവ് എളമരം കരീമിന്റെ കള്ളപ്രചരണം കത്തിച്ച് CITU കളത്തിലിറങ്ങി. പിന്നീട് ഇങ്ങോട്ട് നടന്നത് CITUവിന്റെ തൊട്ടിത്തരങ്ങളാണ്. ഒരു പെരുമഴയത്ത് ആശമാരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കി പോലീസും CITUവും കൂടി കാണിച്ചത് തനി തെമ്മാടിത്തമാണ്. എന്നാൽ അന്ന് ആശാവർക്കർമാർ പെരുമഴയത്ത് നിന്ന് പിണറായിയെ വെല്ലുവിളിച്ചു. സമരപ്പന്തൽ പൊളിച്ചാൽ ഞങ്ങൾ മടങ്ങിപ്പോകുമെന്നാണോ? അവകാശങ്ങൾ നേടിയെടുത്തേ അനന്തപുരിയിൽ നിന്ന് മടങ്ങൂ എന്ന് അവർ പ്രഖ്യാപിച്ചു. അവരുടെ ആവശ്യം ന്യായമാണ്. അതിനെതിരെ കണ്ണടയ്ക്കുകയാണ് പിണറായി സർക്കാർ. ഓണറേറിയം 7,000-ൽ നിന്ന് 10,000 ആക്കി കൊടുക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു CITUവും CPM-ഉം അന്ന് സമരത്തിലുണ്ടായിരുന്നത്. അവരാണ് ഇന്നിപ്പോൾ മലക്കം മറിയുന്നത്. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കണം, അതും ആവശ്യമാണ്. ആ അവകാശവും നേടിയെടുക്കണം. ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ സമരം ചെയ്യുന്നവരോട് നിങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് CITUകാരെ ഉള്ളത്? ആശമാരുടെ ഓണറേറിയം 10,000 ആക്കുമെന്നുള്ളത് ഇടതിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ വാഗ്ദാനമായിരുന്നു, പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതുപോലും നിങ്ങൾ നടപ്പാക്കുന്നില്ല. അത് നേടിയെടുക്കാൻ സമരം ചെയ്യുമ്പോൾ CITU തറവേല പുറത്തെടുക്കുകയാണ്. ഇതിപ്പോൾ തൊഴിലാളികൾക്കല്ല, സർക്കാരിനാണ് CITU പിന്തുണ കൊടുക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ കേന്ദ്രം കാണിക്കുന്ന തൊട്ടിത്തരങ്ങൾ കൂടി മറന്നു പോകരുത്. കഴിഞ്ഞ വർഷം ഇൻസെന്റീവ് നൽകാൻ ധനവകുപ്പ് 100 കോടി രൂപ ചെലവഴിച്ചിരുന്നു. വ്യവസ്ഥയനുസരിച്ച് കേന്ദ്രമാണ് ഈ തുക നൽകേണ്ടത്. അവിടെ നിന്ന് തുക ലഭിക്കാൻ വൈകിയതിനാൽ ധനവകുപ്പ് പണം നൽകുകയായിരുന്നു. ഈ തുക ഇതുവരെയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നാൽ ധനമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടും ഈ വിഷയത്തിൽ ഒരക്ഷരം പിണറായി മിണ്ടിയില്ല. കടമെടുപ്പിന് ലിസ്റ്റും കൊണ്ടുപോയ പിണറായി ആശമാരെ കുറിച്ച് അനങ്ങിയില്ല. ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആശാവർക്കർമാരുടെ സമരം സർക്കാരിന് തിരിച്ചടിയായി തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആശമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നതും CPM-ന് വെല്ലുവിളിയാണ്. വോട്ടും ചോദിച്ച് നീയൊക്കെ ഇങ്ങ് വരാനെന്നാണ് ആശമാർ വെല്ലുവിളിച്ചത്. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ തെരുവിലിട്ട് വലിച്ചിഴയ്ക്കുന്നു. കത്തിപ്പടരുകയാണ് ഈ സമരം. ആശമാരെന്ന് പറയുന്നത് ഏറ്റവും ബേസ്. അവർ പറയുന്നത് എന്താണ്? അതായത് ഈ 232 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ കഴിയില്ല. ഇതാണ് പറയുന്നത്. ഏറ്റവും എന്താണ് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് അവർ വയ്ക്കുന്നത്. 232 രൂപയ്ക്ക് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് പോട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ആ 232 രൂപ കൊണ്ട് നേടാൻ കഴിയില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പം അതാണ് പറയുന്നത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള മിനിമം കൂലി 700 രൂപയാക്കി തരിക. ഇടതു മുന്നണി ഇലക്ഷനിൽ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ് മിനിമം കൂലി. സ്കീം വർക്കേഴ്സിന്, ആശാവർക്കർമാർ അടക്കമുള്ളവർക്ക് 700 രൂപ മിനിമം കൂലി ഉറപ്പാക്കും എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഏതാണോ അതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 700 രൂപ എന്ന് പറയുന്നത് വലിയ തുകയൊന്നുമല്ല. ഇന്ന് കേരളത്തിൽ ജീവിക്കണ 700 രൂപ പോരാ. പക്ഷേ 700 രൂപ നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അതൊരു മിനിമം കൂലി എന്നുള്ള നിലയിലാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആശാവർക്കർമാർക്ക് ഏറ്റവും മികച്ച പ്രതിഫലം കേരളത്തിലാണെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. നിയമനിർവഹണത്തിൽ ഗവേഷണം നടത്തുന്ന ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മികച്ച പ്രതിഫലമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 2ാമതാണ് കേരളം.
മാസം 10,000 രൂപ സംസ്ഥാന വിഹിതമുള്ള സിക്കിമാണ് ഒന്നാം സ്ഥാനത്ത്. അവിടെ 676 പേരേ ഉള്ളൂ. ആന്ധ്രയിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടെ 10,000 രൂപയാണ് പ്രതിഫലം. 42,585 ആശാവർക്കർമാര് അവിടെയുണ്ട്. കേരളത്തിൽ 26,448 പേരാണുള്ളത്. പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളം PSC അംഗങ്ങൾക്ക് നൽകിയിട്ടും ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് CPI നേതാവ് C. ദിവാകരൻ പറഞ്ഞത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. ആശാവർക്കർമാരുടേത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 5 മിനിറ്റിനകം പ്രശ്നം പരിഹരിക്കാം. വനിതകളോട് ഇടത് സർക്കാർ പ്രത്യേക അനുഭാവം കാട്ടുന്നില്ല എന്നും CPI തുറന്നടിച്ചു. ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞതും സർക്കാരിന് വെല്ലുവിളിയാണ്. CPI ആശാവർക്കർമാർക്കൊപ്പമാണ്. എന്നാൽ CPM-ഉം സർക്കാരും ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ CITU-വിനെ കളത്തിലിറക്കിയാണ് തൊട്ടിത്തരം കാണിക്കുന്നത്. CPM-ഉം സംസ്ഥാന സർക്കാരും ഇപ്പോഴും തള്ളിപ്പറയുന്ന ആശാവർക്കർമാരുടെ സമരം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആശാവർക്കർമാർക്ക് സഹായകമാകുന്ന ചരിത്ര സമരമായി മാറുകയാണ്. എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ആശാവർക്കർമാരുടെ വേതന വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. SUCI എന്ന സംഘടനയ്ക്ക് കീഴിൽ തുടങ്ങിയ സമരം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ CPM-ന് കൈ പൊള്ളും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.